ലാസ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞത് മൊഡ്യൂൾ 4-ന്റെ ഡിസാസ്റ്റർ ആൻഡ് ഹാസാർഡ്സിനെ പറ്റിയാണ് പറഞ്ഞത്. അതിന് നമ്മൾ എർത്ത് ക്വേക്ക് വരെയാണ് പറഞ്ഞത്. അപ്പോൾ വാട്ട് ഈസ് ആൻ എർത്ത് ക്വേക്ക് ആൻഡ് ഹൗ ഡസ് ഇറ്റ് ഒക്വർ? അപ്പോൾ എർത്ത് ക്വേക്ക് ഉണ്ടാക്കാനുള്ള കാരണം എന്താ? എർത്ത് ക്വേക്ക് ഉണ്ടാകാനുള്ള കാരണം എർത്തിൻ്റെ അടിയിലുള്ള റോക്സിൽ സ്റ്റോർ ചെയ്തേക്കുന്ന എനർജിയുടെ പെട്ടെന്നുള്ള റിലീസ് കാരണമാണ് എർത്ത് ക്വേക്സ് ഉണ്ടാകുന്നത്. അതിന് മെയിനായിട്ട് ഈ ഫോൾസ് എന്ന് പറഞ്ഞ ഒരു തരം റോക്സിലുണ്ടാകുന്ന ഒരു ഡിസ്കണ്ടിന്യൂറ്റിയാണ് നമ്മൾ FAULT ഫോൾസ് എന്ന് പറയുന്നത് കേട്ടോ. അത് തമ്മിലുള്ളൊരു ഫ്രിക്ഷൻ, ഒരു ബൈൻഡ് ചെയ്തിരിക്കുമായിരിക്കും. വീക്ക് ആകുമ്പോൾ അവിടെ ഒരു സ്ലിപ്പേജ് സംഭവിക്കും, എനർജി, ആ പൊട്ടൻഷ്യൽ എനർജി റിലീസ് ആവും. അങ്ങനെയാണ് നമുക്ക് സാധാരണ വീക്ക് ഈ ചെറിയ ചെറിയ ഡിസ്കണ്ടിന്യൂറ്റി അവിടെ വെച്ച് വീക്ക് ആയിരിക്കും. അതായത് ഒരു വലിയ റോക്കിന്റെ ചെറിയ ഡിസ്കണ്ടിന്യൂറ്റി വരുമ്പോൾ അവിടെ വെച്ച് അങ്ങ് പൊട്ടിപ്പോകും. അവിടെ നിന്നായിരിക്കും എനർജി റിലീസ് ആണ്. അങ്ങനെയാണ് എർത്ത് ക്വേക്സ് ഉണ്ടാകുന്നത്, തിയറിറ്റിക്കലായിട്ട് ഉണ്ടാകുന്നത്. എർത്ത് ക്വേക്ക് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് നാച്ചുറൽ ഹസാർഡ്. അതായത് ഒരു എർത്ത് ക്വേക്ക് ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന നാശനഷ്ടങ്ങളായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ, അതായത് മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ്, എല്ലാത്തിനും നശിപ്പിക്കാനുള്ളൊരു രീതിയിലുള്ളൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്, അല്ലെങ്കിൽ ഹസാർഡാണ് എർത്ത് ക്വേക്ക്. അതുപോലെ തന്നെ ഏത് ഇന്ന ടൈമിൽ ഇപ്പം നമുക്ക് സുനാമിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത്ര സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ വരും എന്നുള്ളൊരു സാധ്യതകളെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ചുഴലിക്കാറ്റുണ്ടെങ്കിലും സൈക്ലോണൊക്കെ ആണെങ്കിലും, പക്ഷേ ഈ ഒരു എർത്ത് ക്വേക്ക് എപ്പോഴാണ് ഉണ്ടാകുന്നതെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരു സഡൻ ഇമ്പാക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഒന്നിലെ വാണിംഗ് ഇല്ലായിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു കുരുക്കം കഴിഞ്ഞിട്ട് വരുന്നത്, അതുപോലെയൊക്കെയുള്ള ഉള്ളൂ. അല്ലാതെ ഒരു നേരത്തെ പ്രിക്കോഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ബിൽഡിങ്സിനെ നശിപ്പിക്കും, ഇൻഫ്രാസ്ട്രക്ചറിനെ വിത്തിൻ സെക്കൻഡ്സ് നമുക്കൊന്നും, അതായത് ഇപ്പം ഒരു ഫ്ലഡ് ഉണ്ടാകുന്നു, ഫ്ലഡ് വന്നതെന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്നല്ല, ഇമ്മീഡിയറ്റ് അല്ല. നമുക്ക് പതുക്കെ ചിലപ്പോൾ കുറേ പേരെ മാറ്റാൻ പറ്റും, നമുക്ക് അവിടുന്ന് മാറ്റി താമസിച്ച് കുറേ പേരെ രക്ഷിക്കാൻ പറ്റും. ആ ഒരു സാഹചര്യം ഒന്നും നമുക്ക് ഒരു എർത്ത് ക്വേക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കും, ബിൽഡിങ്സ് എല്ലാം ഇടിഞ്ഞു വരും, നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെ ഇതുപോലെ ഇത്രയും വലിയൊരു നാശനഷ്ടം ഉണ്ടാകുമ്പോൾ തന്നെ ഗവൺമെന്റിന്റെ എക്കണോമി, അതുപോലെ തന്നെ സ്റ്റെബിലൈസ് ആയിട്ടുള്ള ഒരു പോക്കിനെ എല്ലാം നശിപ്പിക്കും. നിങ്ങളുടെ സോഷ്യൽ ആയിട്ടുള്ള സ്ട്രക്ചർ, അതെല്ലാം ഒരു കൺട്രിയുടെ, ഒരു രാജ്യത്തെ തന്നെ അത് ബാധിക്കും ഒരു വലിയൊരു എർത്ത് ക്വേക്ക് സംഭവിച്ചാൽ. അതുപോലെ തന്നെ സഡൻ വൈബ്രേഷൻ കോസ്ഡ് ബൈ എർത്ത് സർഫസ് വിത്ത് എ സഡൻ റിലീസ് ഓഫ് ട്രമെൻഡസ് എനർജി സ്റ്റോർഡ് ഇൻ റോക്സ് അണ്ടർ ദ എർത്ത് ക്രസ്റ്റ്. എർത്ത് ക്രസ്റ്റിനകത്തുള്ള റോക്സിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജിയുടെ റിലീസാണ് എർത്ത് ക്വേക്കിന് കാരണം. അതങ്ങനെ തന്നെ ഓർത്ത് വെച്ചിട്ട്, എർത്ത് ക്വേക്ക് ഈസ് എ സഡൻ വൈബ്രേഷൻ കോസ്ഡ് ഓൺ ദ എർത്ത് സർഫസ് വിത്ത് ദ സഡൻ റിലീസ് ഓഫ് ട്രമെൻഡസ് എനർജി സ്റ്റോർഡ് ഇൻ ദ റോക്സ് അണ്ടർ ദ എർത്ത് ക്രസ്റ്റ്. ദിസ് എ സഡൻ ഷേക്കിംഗ് ഓഫ് എർത്ത് ക്രസ്റ്റ്. പെട്ടെന്നുള്ളൊരു കുലുക്കമാണ് എർത്ത് ക്രസ്റ്റിന്റെ. അതുപോലെ തന്നെ വാണിംഗ് ഒന്നും കിട്ടത്തില്ല, അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. നമ്മളിപ്പോൾ അളക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ തീവ്രത അളക്കുന്നു അല്ലാതെ എപ്പോൾ വരുന്നു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. സാധാരണ ഉപയോഗിക്കുന്ന ഡെഫിനിഷൻസ് ആണ്. അതിന് എർത്ത് ക്വേക്ക് എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ ഓഫ് എർത്ത് പ്രൊഡ്യൂസ്ഡ് ബൈ റാപ്പിഡ് റിലീസ് ഓഫ് എനർജി. സീസ്മിക് വേവ്സ് എന്ന് പറഞ്ഞാൽ എനർജി മൂവിങ് ഔട്ട്വേർഡ് ഫ്രം ദ ഫോക്കസ് ഓഫ് ആൻ എർത്ത് ക്വേക്ക്. എർത്ത് ക്വേക്കിന്റെ ആ ഒരു സെൻട്രലിൽ നിന്ന് പുറത്തോട്ട് വരുന്ന എനർജിയാണ് നമ്മൾ സീസ്മിക് വേവ്സ് എന്നാണ് പറഞ്ഞത്, ആ പേര് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ ഓഫ് ഇനിഷ്യൽ സ്ലിപ്പ്. ആ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്നാ ഡിസ്കണ്ടിന്യൂറ്റി ഇൻ റോക്കാണ് ഫോൾട്ട്. അപ്പൊ അതിൽ തുടങ്ങുന്ന ആ ഭാഗത്തെ നമ്മൾ ഫോക്കസ് എന്ന് വിളിക്കും. എപ്പിസെന്റർ എന്ന് പറഞ്ഞാൽ സ്പോട്ട് ഓൺ എർത്ത് സർഫസ് ഡയർലി അബൌട്ട് ദ ഫോക്കസ്. ഫോക്കസ് പോയിന്റിന് തൊട്ട് മുകളിൽ, അതായത് ഈ എർത്ത് ക്വേക്ക് ഉണ്ടാകുന്ന ആ ഭാഗത്തെ വിളിക്കുന്ന, അല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിലത്തെ ഭാഗത്തെ വിളിക്കുന്നവരാണ് എപ്പിസെന്റർ. ഗുജറാത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ നടന്ന, ഗുജറാത്തിൽ നടന്ന ഒരു വലിയ ഭൂകമ്പം അല്ലെങ്കിൽ എർത്ത് ക്വേക്കിന് ഒരു ന്യൂസും അതിന്റെ ഫിഗറുമാണ് കൊടുത്തേക്കുന്നത്. 2001 നടന്നത്, 26 ജനുവരി, അതായത് റിപ്പബ്ലിക് ഡേയുടെ അന്ന് രാവിലെ 8:45 നടന്നതാണ്. അതുപോലെ തന്നെ എപ്പിസെന്റർ എത്ര ദൂരം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 9 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഒരു വില്ലേജിലും ആണ് കൂടുതലായിട്ട്, ഗുജറാത്തിലൊരു ആണ് നടന്നത്. അതുപോലെ തന്നെ അതിന്റെ തീവ്രത, അതിന്റെ മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ ഏകദേശം 7.7 ഉണ്ടായിരുന്നു. ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ. അതുപോലെ തന്നെ 13,000 പേരോളം, 13,000 അല്ലെങ്കിൽ 20,000 പേരോളം ആൾക്കാർ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മരണപ്പെട്ടു. അതുപോലെ തന്നെ ബാക്കിയുള്ളത് ഇഞ്ചുവേർഡ് ആയിട്ടുള്ളതെല്ലാം 1,67,000 പേരോളം ഇതിൻ്റെ അകത്ത് നമ്മുടെ അപകടം ഇഞ്ചുവേർഡ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ പരിക്ക് പറ്റിയവരുണ്ട്.
ബിൽഡിങ്സ് 3,40,000-ത്തോളം ബിൽഡിങ്സിനെ നശിപ്പിച്ചു. അപ്പോൾ ഇത്രയും വലിയൊരു എർത്ത് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ അറിഞ്ഞിരിക്കുകയാണ്, ജനറലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ നിങ്ങളുടെ അടുത്തും അല്ലെ, നമുക്കിവിടെ അത്ര ഫീൽ ചെയ്യുന്നില്ലെങ്കിലും ഇതുപോലുള്ള നമ്മളെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് നമ്മുടെ നാട്ടിൽ എവിടെയൊക്കെ നടന്നിട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതിനെന്തായിരുന്നു നല്ലൊരു സൊല്യൂഷൻ, അതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നത് നന്നായിരിക്കും. മെക്സിക്കോയിൽ നടന്നൊരു മെക്സിക്കോ സിറ്റിയിൽ തന്നെ നടന്നൊരു എർത്ത് 1985 കുറച്ച് പഴയതാണ്, 1985 പിന്നെ നല്ല കാര്യമായിട്ടുള്ള എർത്ത് നടന്നിട്ടുണ്ട്. അത് ഇച്ചിരി എന്ന് വെച്ചാൽ കുറെ കൂടുതൽ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. എൻ്റെ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഒക്കെ മെക്സിക്കോ സിറ്റി നടന്ന ആ ഒരു അപകടത്തിൻ്റെ സെർച്ച് ആൻഡ് റെസ്ക്യൂവിൻ്റെ ഫിയറാണ് കൊടുത്തത്, അതിൻ്റെ ഫോട്ടോസ്. കോസസ് ഓഫ് എർത്ത് എന്തായിരിക്കും അതിൻ്റെ കാരണം? അതിൻ്റെ അത് 3 കാര്യങ്ങളിലൂടെ കൊടുത്തിട്ടുണ്ട്. ജനറലായിട്ട് പറയുമ്പോൾ 3 കാര്യം. ഡിസ്ഇക്വിലിബ്രിയം ഇൻ എനി പാർട്ട് ഓഫ് ദ എർത്ത് ക്രസ്റ്റ് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ചെറിയ ഇക്വിലിബ്രിയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സന്തുലനാവസ്ഥ ഇല്ലായ്മ, അതിനാണ് ഡിസ്ഇക്വിലിബ്രിയം. സന്തുലനാവസ്ഥ എന്നാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് ന്യൂക്ലിയർ ടെസ്റ്റിംഗ്, അടിയിൽ നടക്കുന്ന ഈ ന്യൂക്ലിയർ റിയാക്ഷൻസ് കാരണം അങ്ങനെയും സംഭവിക്കുക, അത് നമുക്ക് അറിഞ്ഞുകൂടാ, അത് തന്നെ അത് പുറത്ത് കാണുന്നില്ല. പിന്നെ ഡിക്രീസ് ഗ്രൗണ്ട് വാട്ടർ ലെവൽ കുറയുന്നത് കാരണം എർത്ത് സംഭവിക്കാറുണ്ട്. അതായത് ഭൂഗർഭജലത്തിൻ്റെ കുറവ് കാരണം സംഭവിക്കാറുണ്ട്. അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് അല്ലെങ്കിൽ കോൺസിക്വൻസസ് എർത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അതിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ. ഡാമേജ് ദ സെറ്റിൽമെൻറ്റ്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, മൊത്തം ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തെയും സെറ്റിൽമെൻറ്റ്സിനെയൊക്കെ നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ വീടുകൾ നശിപ്പിക്കുന്നു, കെട്ടിടങ്ങൾ നശിപ്പിക്കുന്നു, പിന്നെ ഗ്രൗണ്ട് സർഫസിനെ മൊത്തം അലമ്പാക്കുന്നു. അതുപോലെ തന്നെ സുനാമി വരാറുണ്ട് എർത്ത് ക്വേക്കിൻ്റെ ഭാഗമായിട്ട്. ഇതൊക്കെയാണ് എൻ്റെ ഒരു കോൺസിക്വൻസസ്. എർത്ത് ക്വേക്ക് ഹസാർഡ് മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ലഘൂകരിക്കുക എന്നുള്ളതാണ്, ഒഴിവാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആ ഒരു പ്രോബ്ലത്തെ കുറച്ച് ലഘൂകരിക്കുക. എസ്റ്റാബ്ലിഷിംഗ് എർത്ത് ക്വേക്ക് മോണിറ്ററിംഗ് സെൻറ്റേഴ്സ്, അതായത് സീസ്മോളജിക്കൽ സെൻറ്റേഴ്സ് ഈ എർത്തുമായിട്ട് റിലേറ്റഡ് ആണ്. സീസ്മോളജിക്കൽ എന്ന് പറഞ്ഞാൽ എർത്ത് ക്വേക്കുമായിട്ടുള്ള റിലേറ്റഡ് പഠനത്തെയാണ് പറയുന്നത് സീസ്മോളജി എന്ന്. അപ്പോൾ അതിന് മെഷർ ചെയ്യാൻ പറ്റുന്ന സെൻറ്റേഴ്സ് കൂടുതൽ ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യുക, ആ ഒരു പ്രദേശത്ത് അങ്ങനെ ഒരു സാധ്യതയുണ്ടോ എന്നുള്ളത് നിരന്തരം അളന്നുകൊണ്ടിരിക്കുക, ഇത് മെഷർ ചെയ്തുകൊണ്ടിരിക്കുക. റെഗുലർ മോണിറ്ററിങ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഡിസമിനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഫാസ്റ്റ് ഡിസമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ പെട്ടെന്ന് ആൾക്കാരിലേക്ക് പാസ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളത് ആൾക്കാരെ പെട്ടെന്ന് എത്തിക്കാൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ പെട്ടെന്ന് പാസ് ചെയ്യാനാണ് ഡിസമിനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ആക്ഷൻ ഓർ ഫാക്ട് ഓഫ് സ്പ്രെഡിങ് സംതിങ്, എസ്പെഷ്യലി ഇൻഫോർമേഷനെ വൈഡായിട്ട് സ്പ്രെഡ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ജിയോഗ്രഫിക്കൽ പൊസിഷനിങ് സിസ്റ്റം, GPS വെച്ച് നമുക്ക് ഒരു രീതിയിലെങ്കിലും കുറച്ചെങ്കിലും രീതിയിൽ ആ ഔട്ട്സൈഡ് മൂവ്മെന്റ് ഉണ്ടോ അല്ലെങ്കിൽ മാറ്റം വരുന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വൾണറബിലിറ്റി മാപ്പ്, അതായത് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക, എന്നിട്ട് ആൾക്കാരിലേക്ക് ആ വിവരങ്ങൾ അറിയിക്കുക. പിന്നെ അത് കുറയ്ക്കാൻ പറ്റും, നമുക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പറ്റും, അത്ര ഉദ്ദേശിക്കുന്നത്. പിന്നെ വീടുകൾ ഇതിന് പറ്റിയ അല്ലെങ്കിൽ വലിയ വലിയ കൺസ്ട്രക്ഷൻസ് ഒഴിവാക്കിയിട്ട് നമ്മുടെ ഈ എർത്ത് ക്വേക്ക് വന്നാലും അല്ലെങ്കിൽ രക്ഷപ്പെടാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഡിസൈൻസ് കൂടുതൽ അവലംബിക്കുക. നമ്മളിപ്പോൾ കുറച്ച് കാണുന്നുണ്ട് ഈയിടെയൊക്കെ ആയിട്ട് നമ്മുടെ ചുറ്റുപാടിലും ഫ്ലഡും അല്ലെങ്കിൽ അങ്ങനത്തെ ലാൻഡ് സ്ലൈഡും ഒക്കെ കാരണം ആൾക്കാർ ആ രീതിയിലുള്ള ഡിസൈൻസിലോട്ട് മാറണം. അതുപോലെ തന്നെ എല്ലാ രീതിയിലും, അതായത് വലിയ വലിയ പൊക്കമുള്ള വീടുകൾ അങ്ങനത്തെയൊക്കെ ഉള്ളത് ഡിസ്കറേജ് ചെയ്യുക, നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, അത് വേണ്ടാന്ന്. അല്ലെങ്കിൽ അതുപോലെ തന്നെ വലിയ ലാർജ് ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ടെങ്കിൽ തന്നെ അത് ഒത്തിരി പൊക്കത്തിലോട്ട് ആ രീതിയിലും നമ്മുടെ എർത്തിനെ അല്ലെങ്കിൽ ഭൂമിയെ ബാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വലിയൊരു നാശനഷ്ടം സംഭവിക്കാത്ത രീതിയിൽ പണിയാൻ കൂടുതൽ നിയമപരമായിട്ടും അല്ലാത്ത രീതിയിലും ഒക്കെ നടപ്പിലാക്കുന്നതാണ് നല്ലത്. അതുപോലെ ഇറ്റ് ഈസ് ഫൈനലി മേക്കിംഗ് ഇറ്റ് മാൻഡേറ്ററി ടു അഡോപ്റ്റ്, അങ്ങനത്തെ വേണം എന്നുള്ളത് ഒരു നിയമപരമായിട്ട് ഗവൺമെന്റ് പറയുകയാണെങ്കിൽ നമുക്കത് ഫോളോ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുക. കൂടുതലും ഇത് അഫക്റ്റ് ചെയ്യുന്ന ഏരിയ, വൾണറബിൾ ആയിട്ടുള്ള ഏരിയയിലാണ് ഇത് നടപ്പിലാക്കേണ്ടത്. അതായത് എർത്ത് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഡിസൈൻസ്, അതുപോലെ തന്നെ ലൈറ്റ് മെറ്റീരിയൽസ് ഉപയോഗിക്കുക, മേജർ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിലൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. എർത്ത് ക്വേക്ക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള കുറച്ച് മോഡൽ കാണിച്ചിരിക്കുന്നത്, അതായത് ഫിക്സഡ് ബേസ് ബിൽഡിങ്സിനാണ് കൂടുതൽ എർത്ത് ക്വേക്ക് വരുമ്പോൾ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. കുറച്ച് ഐസൊലേറ്റഡ് അല്ലെങ്കിൽ ഒരു ബേസ് ബിയറിങ്, അതായത് കുറച്ച് പൊക്കി നിർത്തുകയോ അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്ത് ഈ ഫിഗറിലേക്ക് പോലെ
കൊടുക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ എർത്ത് അതിന് റെസിസ്റ്റൻ്റ് ആയിരിക്കും. അത് മറിഞ്ഞു വീഴത്തില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഡിസ്ട്രക്ഷൻ സംഭവിക്കുക. നെക്സ്റ്റ് നാച്ചുറലായിട്ട് സംഭവിക്കുന്നത് നമ്മുടെ സുനാമിയാണ്. ദ ടേം സുനാമി ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം എ ജപ്പാനീസ് ടേം സു മിനി ഹാർബർ. അതായത് വേവ്സ്, സുനാമി ഹാർബറിൽ ഉണ്ടാകുന്ന വേവ്സ് എന്നുള്ള രീതിയിലാണ്. നാമി എന്ന് പറഞ്ഞാൽ വേവ്സും, നമ്മുടെ സുനാമിയുടെ സു എന്ന് പറഞ്ഞാൽ ഹാർബർ എന്ന് പറഞ്ഞാൽ ജപ്പാനീസ് വേർഡാണ്. അതിൽ നിന്നാണ് ഈ സുനാമി എന്നുള്ള വേർഡ് വന്നത്. നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, തിയറി പഠിക്കേണ്ടതൊന്നുമല്ല, അപ്പോൾ അറിയാൻ വേണ്ടി പറഞ്ഞത്. സുനാമീസ് ആർ പോപ്പുലർലി കോൾഡ് ടൈഡൽ വേവ്സ് ബട്ട് ദേ ആർ ആക്ച്വലി ഹാവ് നത്തിങ് ടു ഡു വിത്ത്, അതായത് ഇവരെ നമ്മൾ ടൈഡൽ വേവ്സ് എന്ന് വിളിക്കാറുണ്ടെങ്കിൽ പോലും ശരിക്കും ഇവരൊരു തിരമാലയുമായിട്ട് ഇതിന് വലിയ ബന്ധമൊന്നും ഇല്ല. അതായത് കൂടുതലും ഇതിന് എർത്ത് കേക്കുമായിട്ടാണ് കുറച്ചുകൂടെ ബന്ധം. അതായത് ഇതിനുള്ള വൈബ്രേഷൻ കാരണം ഉണ്ടാകുന്ന എർത്ത് കേക്കുമായിട്ടാണ് കുറച്ചുകൂടെ റിലേറ്റഡ്. അല്ലാതെ വലിയ വേവ് ഫോം എന്നുള്ള രീതിയിലുള്ള ടൈഡ്, നമ്മുടെ തിരമാലയായിട്ട് ഡയറക്റ്റ് അല്ല, റിലേറ്റഡ് അല്ല സുനാമി. A tsunami is a large wave that is generated in a water body when the sea floor is deformed by seismic activity. Seismic എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നേരത്തെ ഈ എർത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് സീസ്മിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാണ് കൂടുതൽ നോക്കേണ്ടത്. അല്ലാതെ ഇതൊരു വലിയൊരു വേവ് തന്നെയാണ്, പക്ഷെ വേവ് കാരണമോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്നതാണെന്നുള്ള രീതിയിൽ പറയാതിരിക്കുക. സീസ്മിക് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു എർത്ത് കേക്സ് ഓർ അതർ വൈബ്രേഷൻ ഓഫ് എർത്ത് ക്രസ്റ്റ്, അതിനെയൊക്കെയാണ് നമ്മൾ സീസ്മിക് എന്നാണ് നമ്മൾ ഇത് പറയുന്നത്. സീസ്മിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എർത്ത് കേക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ദിസ് ആക്ടിവിറ്റി ഡിസ്പ്ലേസസ് ഓവർലൈങ് വാട്ടർ ഇൻ ദ ഓഷൻ, അതായത് ഓഷൻ്റെ വെള്ളത്തെ ഭയങ്കര പൊക്കത്തിലോട്ട് അല്ലെങ്കിൽ ഇതുപോലെ തിരമാലയാവാനായിട്ട് ആയി പോകുന്നു. അതുപോലെ തന്നെ these waves which often affect distant shores, അതായത് കരയോട് അടുത്തുള്ളത് അല്ലെങ്കിൽ കടലിനോട് അടുത്തുള്ളത് മാത്രമല്ല, ദൂരേക്ക് വരെ ഇതിൻ്റെ വ്യാപ്തി കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ പെട്ടെന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്, പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇതാണ്. ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവാം, അതുപോലെ തന്നെ സീസ്മിക് ആക്ടിവിറ്റി കാരണം വരാം, അല്ലെങ്കിൽ നമ്മുടെ ഈ വോൾക്കാനിക് ഇറപ്ഷൻസ് എന്ന് പറയാം, അതൊക്കെ കാരണം ഉണ്ടാവാറുണ്ട്. കോസസ് ഒന്നുകൂടെ പറഞ്ഞേക്കുന്നത്, വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഗ്നിപർവ്വത സ്ഫോടനമാണ് ഉദ്ദേശിക്കുന്നത്. വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് പറയുമ്പോൾ അഗ്നിപർവ്വതത്തിനൊക്കെ സ്ഫോടനം കാരണം അവിടെ നിന്നല്ല, അതിൻ്റെ ബാധകമായിട്ട് എർത്തിലുണ്ടാകുന്ന മൂവ്മെന്റ്. അതുപോലെ തന്നെ ഐസ് ഫോൾസ് കാരണം വരാം. ഹെവി റെയിൻഫോൾ, ഒത്തിരി മഴ കൂടുമ്പോൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സീസ്മിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എർത്ത് കേക്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ സബ്മറൈനുള്ള ലാൻഡ് സ്ലൈഡ് കാരണം ഉണ്ടാവാം, പിന്നെ കോസ്മിക് ഇമ്പാക്ട്സ് ഉണ്ടാവാം. അങ്ങനെ പലതരം കാര്യങ്ങളുണ്ട്. അതൊക്കെ കാരണം ചിലപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ എർത്ത് കേക്കും പോട്ടെ, നമ്മുടെ സുനാമി ഉണ്ടാവാറുണ്ട്. കോസ്മിക് ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എർത്തുമായിട്ട് ബന്ധപ്പെട്ടെന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ ഇത് സുനാമിയുടെ ഒരു നമ്മുടെ എക്സാമ്പിൾ പോലെ കൊടുത്തേക്കുന്നതാണ്. 2004 ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടന്ന ഒരു എർത്ത് കേക്കും അത് ഭാഗമായിട്ടുണ്ടായ സുനാമിയെ പറ്റിയാണ്. 2004 സംഭവിച്ചതാണ്. അത് വന്നിരിക്കുന്നത്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് വെച്ചാൽ 9 ആയിരുന്നു. 9ഉം 9.3 ആയിരുന്നു അതിൻ്റെ വാല്യൂ വന്നുകൊണ്ടിരുന്നത്. അത് നല്ല വലിയൊരു എർത്ത് കേക്കിന് തന്നെ 9 എന്ന് പറയുമ്പോൾ. നേരത്തെ നമ്മൾ പറഞ്ഞത് എത്രയായിരുന്നു, 7 ആയിരുന്നു, മറ്റേ ഗുജറാത്തിലാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ 100 ഫീറ്റ്, സുനാമിയുടെ വേവ്സിൻ്റെ പൊക്കം 100 ഫീറ്റ് അടി മുകളിലായിരുന്നു. സംഭവിക്കാൻ കാരണം നമ്മുടെ സീസ്മിക് ആക്ടിവിറ്റി, അതായത് എർത്ത് കേക്കിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ഓഷ്യനിൽ സംഭവിച്ചതാണത്. അത് എത്രയാണ്, 2 ലക്ഷത്തി അപ്പുറം പേരോളം മരണത്തിന് കാരണമായിട്ടുണ്ട്. 14 രാജ്യത്ത് അത്രത്തോളം പേരുടെ മരണത്തിന് കാരണമായിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു, ഒന്ന് വായിച്ചു നോക്കിയാൽ മതി.
കോസസ് ഓഫ് മെയിനായിട്ടാണ് സീസ്മിക് ആക്ടിവിറ്റീസ് ലൈക്ക് എർത്ത് ലാൻഡ് സ്ലൈഡ്സ്, വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വതത്തിന്റെ സ്ഫോടനം, അല്ലെ അതിൽ നിന്ന് ലാവ പുറത്തോട്ട് വരുന്നതിനാണ് വോൾക്കാനിക് ഇറപ്ഷൻ. അതുപോലെ എക്സ്പ്ലോഷൻസ്, അതൊക്കെ കാരണം സുനാമി സംഭവിക്കാം. അതുപോലെ തന്നെ ഡിഫോർമേഷൻ ഓഫ് സീ ഫ്ലോർ ഡ്യൂ ടു മൂവ്മെന്റ് ഓഫ് പ്ലേറ്റ്സ്, നേരത്തെ പറഞ്ഞ പോലെ ഇത് എർത്ത് ക്രസ്റ്റിൽ ഉണ്ടാകുന്ന റോക്സിന്റെ ഡിഫോർമേഷനും അതുപോലെയുള്ള മാറ്റമൊക്കെ കാരണവും സംഭവിക്കാറുണ്ട്. ഈ ഫിഗറിലും നമ്മുടെ സുനാമിയുടെ തന്നെയാണ് കൊടുക്കുന്നത്. ഹൗ എ സുനാമി ഇസ് ഫോംഡ്. ആദ്യം റാപ്പിഡ് മൂവ്മെന്റ് ഓഫ് ഓഷൻ ഫ്ലോർ ഡിസ്പ്ലേസസ് എ കോളം ഓഫ് വാട്ടർ, ഒരു കോളം ഓഫ് വാട്ടറിൽ ഡിസ്പ്ലേസ് ചെയ്യുന്നു താഴത്തെ ആ ഒരു ചലനം കാരണം. എ സീരീസ് ഓഫ് വേവ്സ് ട്രാവൽ ഔട്ട്വേർഡ് അറ്റ് ഹൈറ്റ്സ് ബിലീവ്ഡ് ടു ബി ദ ലെസ് ദാൻ 3 feet. ഓഷ്യനിൽ, ഓപ്പൺ ഓഷ്യനിൽ 3 feet മുകളിൽ എന്നുള്ള രീതിയിൽ. പിന്നെ അത് ലാൻഡിലോട്ട് ചെയ്യുമ്പോൾ ചെറിയ സ്പേസിലാകുമ്പോൾ അത് എത്രയാണ് ഒത്തിരി ഹൈറ്റിലോട്ട്, ഇത്രയും വലിയ ഓഷനിൽ 3 feet ഒക്കെ ആണെങ്കിലും അത് ലാൻഡിലോട്ട് കയറുമ്പോൾ അത് നല്ല പൊക്കത്തിലോട്ട് ഉയർത്തുന്നു. അങ്ങനെയാണ് സുനാമി വരുന്നത്. പിന്നെ അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് സുനാമി. സുനാമി കാരണം ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ നമുക്കതൊക്കെ കുറേ പരിചയമുള്ള, നമ്മുടെ ചുറ്റും കാണുന്നതും കേട്ടതും നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താന്നുള്ളൂ, വായിച്ചു പോവുക. സുനാമി അറ്റാക്സ് മോസ്റ്റ്ലി, അതായത് തീരപ്രദേശങ്ങളിലുള്ളവരെയാണ് കൂടുതലായിട്ടും ബാധിക്കുന്നത്. അവരുടെ ലൈഫിനും പ്രോപ്പർട്ടിക്കും ഒക്കെ ഡാമേജ് സംഭവിക്കുന്നു. അതുപോലെ തന്നെ ഒത്തിരി മനുഷ്യരെയും ജീവജാലങ്ങളെയൊക്കെ നശിപ്പിക്കുന്നുണ്ട് ആ ഏരിയയിലെ. പിന്നെ ഇത് സുനാമി കാരണം ഒത്തിരി ജലജന്യ രോഗങ്ങൾ, ജലം കാരണം ഉണ്ടാകുന്ന, ജലത്തിലൂടെ പകരുന്ന പല രോഗങ്ങൾ പിന്നെ ലോങ് ടൈം ആയിട്ട് വരാറുണ്ട്. ഒരു ഓർഡിനറി വേവും അല്ലെങ്കിൽ വിൻഡ് കാരണം ഉണ്ടാകുന്ന വേവും സുനാമിയും തമ്മിലൊരു വ്യത്യാസം, അല്ലെങ്കിൽ എത്ര ഡ്യൂറേഷൻ ഉണ്ടാവും, വേവ് ലെങ്ത് എത്രയാണ്. ഇവിടെ 100 kilometer ആണെങ്കിൽ ഇവിടെ 500 ആണ്. അതുപോലെ തന്നെ ഡ്യൂറേഷൻ 10 minute ആണ് സുനാമിയുടെ. ഹൈറ്റ് ഏകദേശമാണ് 30 to 80 meters ഒക്കെയാണ് ഹൈറ്റ് വരാറ്. മറ്റേത് ഒരു 0.5 meters ഒക്കെ വരാറുള്ളൂ. ഓർത്ത് വയ്ക്കണം ഇത്. Next നോക്കുന്നത് സൈക്ലോൺ. It is a meteorological process, intense depressions forming over the open oceans and moving towards the land. ഈ മെട്രോളജിക്കൽ എന്ന് പറഞ്ഞാൽ മീറ്ററോളജിക്കൽ എന്നാണ് പറയാറ്. മീറ്ററോളജിക്കൽ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു ബ്രാഞ്ച് ഓഫ് സയൻസ് കൺസേൺഡ് വിത്ത് പ്രോസസ്സസ് ഓഫ് ആൻഡ് ഫിനോമിന ഓഫ് അറ്റ്മോസ്ഫിയർ, എസ്പെഷ്യലി ആസ് മീൻസ് ഓഫ് ഫോർകാസ്റ്റിംഗ് വെതർ ഫോർകാസ്റ്റിംഗ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡിയെ നമ്മൾ ആ ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയെ വിളിക്കുന്നത് മെട്രോളജിക്കൽ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഓപ്പൺ ഓഷ്യനിലോ അല്ലെങ്കിൽ ഒരു ലാൻഡിലോ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ലാൻഡിലോട്ട് മൂവ് ചെയ്യുന്ന ആ ഒരു ഇൻറ്റൻസ് എയറിന്റെ ഒരു സ്വേളിനെയാണ് നമ്മൾ സാധാരണ സൈക്ലോൺ എന്ന് പറയുന്നത്. എ സൈക്ലോൺ ഇസ് എ റീജിയൻ ഓഫ് ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ സറൗണ്ടഡ് ബൈ ഹൈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ റിസൾട്ടിംഗ് ഇൻ swirling atmospheric disturbance accompanied by powerful winds blowing in anti-clockwise direction in the north hemisphere and in the clockwise direction in the southern hemisphere. അതായത് ഒരു പ്രഷർ ഡിഫറൻസ് ആണ് അവിടെ സംഭവിക്കുന്നത്. ബേസിക്കലി പറഞ്ഞാൽ ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടാകുന്നതും അല്ലെങ്കിൽ ചുറ്റുമുള്ള ഹൈ അറ്റ്മോസ്ഫിയർ പ്രഷർ തമ്മിൽ ഡിഫറൻസ് വരെ, അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ടാകുന്ന ഡിഫറൻസ് കാരണം ഒരു സ്വേളിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ചുഴലിക്കാറ്റ് പോലുള്ള ഒരു എഫക്റ്റ് ഉണ്ടാകുന്നു. അതൊരു വലിയൊരു കാറ്റായിട്ട് രൂപപ്പെടുന്നു. അത് നമ്മുടെ വടക്കൻ അർദ്ധഗോളത്തിൽ, അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ വടക്കൻ അർദ്ധഗോളത്തിലേക്ക് ആന്റി ക്ലോക്ക് വൈസിൽ, അതുപോലെ തന്നെ സൗത്തേൺ ഹെമിസ്ഫിയറിലേക്ക് ക്ലോക്ക് വൈസിലും ചുഴലിക്കാറ്റ് പോലെ സംഭവിക്കുന്നത്. അത് ചുഴലിക്കാറ്റ് ബേസിക്കലി നിങ്ങൾ പറഞ്ഞ ആ ഒരു പ്രഷർ ഡിഫറൻസ് കാരണമാണ് അത് ഉണ്ടാകുന്നത്. ലോ അറ്റ്മോസ്ഫിയർ സറൗണ്ടഡ് ബൈ ഹൈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ റിസൾട്ടിംഗ് ഇൻ swell. They may occur mainly in tropical and temperate regions of the world. Temperate region എന്ന് പറഞ്ഞാൽ ഒരു മൈൽഡ് ഇച്ചിരി ടെമ്പറേച്ചർ കൂടിയ റീജിയനിലാണ് കൂടുതലായിട്ട് ഇത് സംഭവിക്കുന്നത്. നമുക്ക് അങ്ങനെ അധികം കാണാറില്ല നമ്മുടെ സൈക്ലോൺസ് ഒന്നും. ഇവിടെ സൈക്ലോൺസ് ആർ കോൾഡ് ബൈ വേരിയസ് നെയിംസ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ഇതിനെ മെഷർ ചെയ്യുന്നത് സാഫിർ സിംപ്സൺ സ്കെയിൽ എന്ന് പറയുന്ന ഒരു അളവ് പോലും, അല്ലെങ്കിൽ ആ അളവ് വെച്ചാണ് നമ്മൾ ഈ സൈക്ലോൺ എത്രത്തോളം ഉണ്ട് എന്ന് മെഷർ ചെയ്യുന്നത്. പല പേരിലാണ് ഓരോ നാട്ടിലും അവരുടെ രീതിയിലാണ് വിളിക്കാറുള്ളത്. സൈക്ലോണിന്റെ പേര് മാറുന്നത്. ഓർത്തിരിക്കുക,
സൈക്ലോൺ ഒരു വരുന്ന കാരണം എന്ന് പറഞ്ഞാൽ ലോ അറ്റ്മോസ്ഫിയർ പ്രഷർ സറൗണ്ടഡ് ബൈ ഹൈ അറ്റ്മോസ്ഫിയർ പ്രഷർ ആകുമ്പോൾ ഒരു സ്വേളിംഗ് എഫക്റ്റ് ഉണ്ടാവും. സ്വേളിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റ് അല്ലെ ചുഴലിൽ നിന്ന് ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള ആ വിൻഡ് ഉണ്ടാകുന്നത്. ആ വിൻഡ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നോർത്ത് ഹെമിസ്ഫിയറിലോട്ടും അതുപോലെ തന്നെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സൗത്ത് ഹെമിസ്ഫിയറിലോട്ടുമാണ് അടിക്കാറുള്ളത്. പിന്നെ അതിന് പല റീജിയണിൽ പല പേരാണുള്ളത്. പല റീജിയൻ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ ഉള്ള റീജിയൻ അല്ലെങ്കിൽ ടെമ്പറേറ്റ് റീജിയൻസിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതിന്റെ ഫിഗറാണ് കൊടുത്തത്. ഇങ്ങനെയാണ് അടിക്കാറുള്ളത്. കൂടുതലും ഓഷ്യൻസിലൊക്കെ ആകുമ്പോഴാണ് ഇങ്ങനെ വരാറ്. ഓഷ്യൻസിൽ നിന്ന് നേരെ നമ്മുടെ ലാൻഡിലോട്ടൊക്കെ കയറി വരും. The cyclone is a system of winds rotating clockwise in the north hemisphere around a low pressure center, and around a low pressure center surrounded by high pressure center ആണെന്ന് ഓർത്തിരിക്കുക. പലതരം പേര് അവിടെ കൊടുത്തിട്ടുണ്ട് അവർ. ടൈഫോൺ, ഹറിക്കെയിൻ, ഹൈക്ലോണും അതുപോലെ വില്ലിയും ഓരോ നാട്ടിലുള്ള പേര് വ്യത്യാസം സൈക്ലോണിന്. സൈക്ലോണിന്റെ അഡ്വേഴ്സ് എഫക്ട്സ്. അതിലൊന്നാമത്തെ ഫിസിക്കൽ ഡാമേജ്. Structures will be damaged or destroyed by the wind force, flooding and storm surge. ഈ സൈക്ലോൺ കാരണം ബിൽഡിങ്സ് ഒക്കെ സ്ട്രക്ചറും ഒക്കെ ഡാമേജ് ചെയ്യും. നമ്മൾ നോർമലായിട്ട് കേൾക്കാം. അതുപോലെ കാഷ്വാലിറ്റീസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്. ഫ്ലഡിങ്ങും അല്ലെങ്കിൽ ഫ്ലൈയിങ് എലമെന്റ്സ് കാരണം, ഈ പറന്ന് വീഴുന്ന സാധനങ്ങളൊക്കെ കാരണം, ഒന്നില്ലെങ്കിൽ കണ്ടാമിനേഷൻ വരാം, വെള്ളത്തിൽ പ്രോബ്ലം വരാം. അതുപോലെ തന്നെ പലതരം രോഗങ്ങൾ ഡയറിയ, മലേറിയ പോലുള്ള രോഗങ്ങളൊക്കെ വരാറുണ്ട് ഈ ഒരു ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ. പിന്നെ വെള്ളം, പിന്നെ പൈപ്പ് വാട്ടറും ഗ്രൗണ്ട് വാട്ടറൊക്കെ ഇത് കണ്ടാമിനേഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ക്രോപ്പും ഫുഡ് സപ്ലൈസും ഇതിനെ ഫുഡ് സ്റ്റോക്കിനെ നശിപ്പിക്കും. ഇത്രയും വലിയ കാറ്റും ഇതൊക്കെ കാരണം പ്ലാന്റേഷനൊക്കെ നശിപ്പിച്ച് ട്രീസൊക്കെ നമ്മുടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ബനാന ട്രീസും കോക്കനട്ടും എല്ലാം താഴെ ട്രീസൊക്കെ മറിഞ്ഞു വീഴുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സോൾട്ട്, നമ്മുടെ കടൽ വെള്ളത്തിൽ നിന്നുള്ള ഉപ്പ് ചിലപ്പോൾ അഗ്രികൾച്ചർ ലാൻഡിലോട്ട് ഡിപ്പോസിറ്റ് ആവും. അതൊക്കെ ഉപ്പ് രസമൊക്കെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കൃഷി ചെയ്യാൻ കൊള്ളാത്തൊരവസ്ഥയായി പോകും. പിന്നെ കമ്മ്യൂണിക്കേഷൻ ലോസസ്, നമ്മുടെ ഈ കണക്ഷൻ കാര്യങ്ങളൊക്കെ നഷ്ടമായി പോകാം. ഇതൊക്കെയാണ് അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് സൈക്ലോൺ കാരണം ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ.